സമുദ്ര പ്രതിരോധ രംഗത്ത് ഒരു പൊൻതൂവൽ കൂടി. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ താരഗിരി ഏപ്രിൽ 3 കമ്മീഷൻ ചെയ്യും. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തതയിൽ ചുവടുറപ്പിക്കാനുള്ള ലക്ഷ്യസാക്ഷാത്കാരത്തിനായി നിരവധി പദ്ധതികളാണ് ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് രാജ്യം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ അനുദിനം പ്രതിരോധ രംഗത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയെ പുത്തൻ തലങ്ങളിലേക്ക് ഉയർത്തുന്ന യുദ്ധക്കപ്പലായ INS താരഗിരി ഏപ്രിൽ 3 ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകളാൽ സജ്ജമായ ഈ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യകളുടെ സമന്വയമാണ്. ഏപ്രിൽ 3 വിശാഖപട്ടണത്ത് വെച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധത്തിന്റെ കരുത്തുയർത്തുന്ന പുത്തൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ താരഗിരി F-41 കമ്മീഷൻ ചെയ്യപ്പെടും. INS താരഗിരി പ്രൊജക്ട് 17A ക്ലാസിലെ 4ാമത്തെ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റാണ്. ഏകദേശം 6670 ടൺ ഭാരം വരുന്ന ഈ യുദ്ധക്കപ്പൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാധ്യമാക്കിയ അത്യാധുനിക യുദ്ധക്കപ്പലാണ്. ഇതിന്റെ 75% ഘടകങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് നിർമ്മിച്ച ഈ കപ്പൽ മുൻ തലമുറ ഫ്രിഗേറ്ററുകളെക്കാൾ കൂടുതൽ സ്റ്റെൽത്ത് ശേഷിയും വളരെ കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ഉള്ളതാണ്. അതിനാൽ തന്നെ സമുദ്രത്തിലെ ഈ വേട്ടക്കാരന്റെ ചലനങ്ങളും സാന്നിധ്യവും അത്ര പെട്ടെന്നൊന്നും ശത്രു റഡാറുകൾക്കോ നിരീക്ഷണ സംവിധാനങ്ങൾക്കോ കണ്ടെത്താനാവില്ല. സൂപ്പർസോണിക് സർഫസ് ടു സർഫേൽ മിസൈലുകൾ, മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈലുകൾ, ഒരു പ്രത്യേക ആന്റി സബ്മറൈൻ വാർഫെയർ സ്യൂട്ട് എന്നിവയെല്ലാം ഇതിലെ ആയുധങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ സംവിധാനങ്ങൾ ഒരു അത്യാധുനിക കോംബാറ്റ് മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുകയാണ്. ഈ സംവിധാനം എതിരാളികൾ അപ്രതീക്ഷിതമായി നടത്തുന്ന പ്രകോപന നീക്കങ്ങൾക്ക് പൊടുന്നനെ കൃത്യമായ മറുപടിയേകാൻ സഹായകമാണ്. ഈ യുദ്ധക്കപ്പലിലെ പ്രധാന ആയുധം ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളാണ്. അതിനാൽ തന്നെ ശത്രു കപ്പലുകളെയും ഭൂലക്ഷ്യങ്ങളെയും തകർക്കുക എന്നത് അതിവേഗം സാധ്യമാകും. ഇതുകൂടാതെ MRSAM എയർ ഡിഫൻസ് സിസ്റ്റം, MF സ്റ്റാർ അഡ്വാൻസ്ഡ് റഡാർ, ടോർപിഡോകൾ, ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ എന്നിവയും ഈ കപ്പലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കമ്പൈൻഡ് ഡീസൽ അല്ലെങ്കിൽ ഗ്യാസ് പ്രൊപ്പൽഷൻ പ്ലാന്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന INS താരഗിരി ബഹുമുഖ സമുദ്ര പ്രവർത്തനങ്ങൾക്കായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആയുധങ്ങൾ ശത്രുക്കൾക്ക് കൂടുതൽ ഭീഷണി ഉയർത്തുന്നു. 3 തലങ്ങളിലുള്ള യുദ്ധശേഷി INS താരഗിരിയുടെ വലിയ പ്രത്യേകതയാണ്. വായുവിലൂടെയും ജലോപരിതലത്തിലും കടലിനടിയിലുമുള്ള ശത്രു സാന്നിധ്യം ഒരേ സമയം കണ്ടെത്തി ആക്രമിക്കാൻ ഈ പടക്കപ്പലിനാകും. ഈ കഴിവ് സമഗ്രമായൊരു മൾട്ടി ഡൈമെൻഷണൽ വാർഷിപ്പാക്കി INS താരഗിരിയെ മാറ്റുന്നു. കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ, കുറഞ്ഞ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ എന്നിവയിലൂടെ ഈ കപ്പലിന് യുദ്ധഭൂമിയിൽ വലിയ മുൻതൂക്കം ലഭിക്കും. പ്രതിരോധ ആവശ്യങ്ങൾക്ക് എന്ന പോലെ തന്നെ ദുരന്ത നിവാരണം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിലും ഈ യുദ്ധക്കപ്പൽ പ്രയോജനപ്പെടുത്താനാകും. ഇത്രയേറെ ശേഷികളുള്ള INS താരഗിരിയുടെ കമ്മീഷനിങ് ഇന്ത്യൻ നാവികസേനയിലെ ആധുനികവൽക്കരണത്തിന്റെ നിർണായക ഘട്ടമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വർദ്ധിച്ചുവരുന്ന സമുദ്ര സുരക്ഷാ വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടിയായി പ്രവർത്തിക്കാൻ ഈ യുദ്ധക്കപ്പലിനാകും. ബ്രഹ്മോസ് മിസൈലുകളാൽ സജ്ജമായ ഈ സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ നാവികസേനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷി വലിയൊരു മുന്നേറ്റമാണ് അടയാളപ്പെടുത്തുന്നത്. രാജ്യത്തെ കപ്പൽശാലകൾ കൈവരിച്ചിരിക്കുന്ന സങ്കീർണമായ എഞ്ചിനീയറിംഗ് കഴിവുകളുടെ നേർസാക്ഷ്യമായും INS താരഗിരി മാറുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.